ഇപ്പോൾ ക്ഷേത്രത്തെ കളങ്കപ്പെടുത്തുകയാണ് ചെയ്തത്. പവിത്രമായിരുന്ന സമാധിയെ ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത് മുസ്ലിങ്ങൾ. സത്യമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. മുസ്ലിങ്ങൾ തന്നെയാണ് ഇതിനെ കളങ്കപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ സത്യം എന്തായാലും തെളിയുമല്ലോ. അച്ഛൻ്റെ സമാധി പീഠം പൊളിച്ചെടുക്കാൻ വരുമ്പോൾ അത് ആർക്കായാലും മക്കൾക്കാർക്കായാലും വിഷമം. ഇപ്പോൾ അവിടെ ധ്യാനത്തിന് പോയിരുന്നിട്ടാണ് അവിടെ സമാധിയാവുന്നത്. ധ്യാനത്തിന് പോയിരുന്നിട്ടാണ് അവിടെ സമാധിയാവുന്നത്, അല്ലാതെ ചെന്ന് ഇരുന്ന ഉടനെ സമാധിയാകുന്നതല്ല. ഞാൻ പറഞ്ഞുതരാം. ഇത് ധ്യാനത്തിന് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചമ്മടം കൂട്ടി ഇരുന്നിട്ട് കൈ ധ്യാനാവസ്ഥയിൽ വയ്ക്കും. എന്നിട്ട് കണ്ണടച്ച് ഇരുന്നിട്ടാണ് ധ്യാനിക്കുന്നത്. കൈ വെച്ചിട്ടുണ്ടായിരുന്നു. ശ്വാസം പോകുന്നുണ്ടോയെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, ശ്വാസമില്ല. വയർ അനക്കം ഉണ്ടാകുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു, വയറനക്കവും ഇല്ല. നമ്മൾ കയ്യെ പിടിച്ചാണല്ലോ വലിക്കുന്നത്, വലിച്ചിട്ടാണല്ലോ നമ്മളിങ്ങനെ നോക്കിയാൽ പിന്നെ നോക്കാമല്ലോ. അവിടെ ഒന്നും ഒരു അനക്കവും ഇല്ല. ധ്യാനത്തിന് ഇരിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. അച്ഛൻ സമാധി ആയെന്ന് അനുജൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. പല പ്രാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മക്കള് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം വന്നത് പൊളിച്ചു മാറ്റാനാണ് പലരും ആഗ്രഹിക്കുന്നത്. അച്ഛൻ 3 ദിവസത്തിന് മുന്നേ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 3 ദിവസം കൂടെ ഉള്ളൂ. അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 മണിക്ക് ഇരിക്കാൻ തുടങ്ങിയതാണ്. 11:30 വരെ അവിടെ സമാധിയായിട്ടുണ്ടായിരുന്നു. ഈ റേഷൻ വാങ്ങിക്കണമെങ്കിൽ ഇപ്പം എന്താ ചെയ്യേണ്ടത്? വിരലുകൊണ്ട് എന്ത് ചെയ്യണം? അച്ഛൻ പോയിരുന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡേറ്റും കൂടെ ഉണ്ട്. പെൻഷൻ വാങ്ങണമെങ്കിൽ അച്ഛൻ വേണം. ഇതില്ലാത്ത കാര്യങ്ങളൊക്കെ അല്ലേ പറയുന്നുണ്ടാക്കുന്നത്. പലരും പല അഭിപ്രായം പറയും. പക്ഷേ അതല്ലല്ലോ. എൻ്റെ അച്ഛൻ്റെ മകനെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നു, അച്ഛൻ കിടപ്പിൽ ആയിരുന്നിട്ടില്ല. അച്ഛൻ കേരള ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡിൽ ജോലി കിട്ടിയായിരുന്നു. അതിനുശേഷമാണ് ഈ ക്ഷേത്രവും കാര്യങ്ങളും ഒന്ന് മെച്ചപ്പെടാനായിട്ടുള്ള കാര്യം. ചേട്ടാ, അച്ഛൻ സമാധിയെക്കുറിച്ച് എന്താണ് പറഞ്ഞു തന്നിട്ടുള്ളത്? അച്ഛൻ സമാധിയാകുന്ന കാര്യം ഇവിടെ എല്ലാ നാട്ടുകാർക്കും അറിയാം. പിന്നെ അച്ഛൻ സമാധിയാകുന്നതിന് 5 വർഷത്തിന് മുന്നേ മയിലാടിയിൽ നിന്ന് പത്മപീഠം കല്ലും കരിങ്കല്ലിൽ തീർത്ത സ്ലാബും അച്ഛൻ 5 വർഷത്തിന് മുന്നേ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛന് ഇരുന്ന് ധ്യാനിക്കാനായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലിൻ്റെ മൂട്ടിലുള്ള ഋഷിപീഠത്തിലായിരുന്നു അച്ഛൻ ഇരുന്ന് ധ്യാനിക്കുന്നത്. അപ്പോൾ അച്ഛൻ കൊച്ചിലെ സന്യാസിയായിരുന്നു, ധ്യാനത്തിലും ഉണ്ടായിരുന്നു. കൊച്ചിലെ എപ്പോഴും അച്ഛന് ശിവനെ പൂജിക്കുന്നതാണ് അച്ഛന് താല്പര്യമുള്ളത്. പിന്നെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ വസ്ത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവി വസ്ത്രം, കാവി മുണ്ട്, കാവി ഷർട്ട്, രുദ്രാക്ഷം, ഇതായിരുന്നു അച്ഛൻ ധരിച്ചിരുന്നത്. മരുത്തമലയിൽ അവിടെ ഒരു ആശ്രമമുണ്ട്. ആ ആശ്രമം അയ്യാ വൈകുണ്ഠന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ ശിവൻ്റെ അമ്പലം പണിയുന്നത്. ക്ഷേത്രം 30 വർഷത്തെ പഴമയുണ്ട്. ഈ പുതിയ അമ്പലത്തിലേക്ക് പ്രതിഷ്ഠ ചെയ്ത 2016-ലാണ്. മൊത്തത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിന് 30 വർഷത്തെ പഴക്കമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അച്ഛൻ കൊച്ചിലെ സന്യാസ ജീവിതത്തിലേക്ക് പോകുന്നതായിരുന്നു അച്ഛന് ഇഷ്ടം. സന്യാസ ജീവിതത്തിലേക്ക് പോകുന്നതാണ് അച്ഛന് ഇഷ്ടം. അച്ഛൻ അതുകൊണ്ട് ആശ്രമത്തിലൊക്കെ തമിഴ്നാട് ആശ്രമത്തിലൊക്കെ ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അച്ഛന് നാഗർകോവിലുള്ള കോമ്പയ ആശ്രമം, ഈത്താമൊഴി, അവിടെയും പോകുമായിരുന്നു. അവിടെ ഞങ്ങൾ അച്ഛൻ സംഭാവനയായിട്ട് കൊടുത്തതാണ് അവിടുത്തെ കിടാവിളക്ക്. ഏകദേശം ഒരു 4 അടി ഹൈറ്റുള്ള കിടാവിളക്ക് വരെ അച്ഛൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ അവിടുത്തെ ആശ്രമത്തിൽ സമാധി ചടങ്ങുകൾക്കും എല്ലാം അച്ഛൻ പോകുമായിരുന്നു. അച്ഛൻ്റെ ജീവിതം സന്യാസ ജീവിതം തന്നെയായിരുന്നു. ഇവിടെ ഇങ്ങനെ ആൾക്കാർ പറയുന്നത് കേട്ടായിരുന്നു, അച്ഛൻ ഇതിന് മുമ്പ് കൂലിപ്പണിക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഇത് ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ കൊച്ചിലെ സന്യാസ ജീവിതമായിരുന്നു. അതിനോടൊപ്പം തന്നെ തൊഴിലും മുന്നോട്ട് വരണമല്ലോ. അച്ഛൻ കേരള ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡിൽ ജോലി കിട്ടിയായിരുന്നു. അതിനുശേഷമാണ് ഈ ക്ഷേത്രവും കാര്യങ്ങളും ഒന്ന് മെച്ചപ്പെടാനായിട്ടുള്ള കാര്യം. അച്ഛൻ പറഞ്ഞ പ്രകാരമായിരുന്നു സമാധി കർമ്മങ്ങളൊക്കെ ചെയ്തത്. അച്ഛൻ പറഞ്ഞ പ്രകാരമാണ് സമാധി ചടങ്ങുകൾ ചെയ്തിട്ടുള്ളത്. അച്ഛൻ 3 ദിവസത്തിന് മുന്നേ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 3 ദിവസം കൂടെ ഉള്ളൂ എന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ അത് തമാശ രൂപേണയാണ് എടുത്തിട്ടുള്ളത്. 3-ാമത്തെ ദിവസം ഈ അമ്പലത്തിൽ അനുജനും അച്ഛനും പൂജയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. പൂജ കഴിഞ്ഞിട്ട് അച്ഛൻ വീട്ടിൽ വന്നിട്ട് അനുജനോട് പറഞ്ഞു, ഞാൻ ഋഷിപീഠത്തിൽ ധ്യാനത്തിന് പോവുകയാണ്, ഞാൻ ഇന്ന് സമാധിയാകും എന്ന് അനുജനോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 11:30 മണിയോടെ കൂടി അച്ഛൻ സമാധിയാവുകയാണ്. 10 മണിക്ക് ഇരിക്കാൻ തുടങ്ങിയതാണ്.
11:30 വരെ അവിടെ സമാധിയായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ടായിരുന്നു അച്ഛന് ചെറുതായിട്ട് കാഴ്ചക്കുറവുണ്ടായിരുന്നു, സ്വാമിക്ക് ചെറുതായിട്ട് കാഴ്ചക്കുറവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു സ്വാമി എങ്ങനെയാണ് നടന്നത്, ഋഷിപീഠം വരെ എത്തിയെന്നുള്ളതിനാണ് എല്ലാവർക്കും ഒരു ഡൗട്ട്. അച്ഛൻ കണ്ണാടി വെച്ചിട്ടില്ല, കണ്ണിന് സർജറി ഇതുവരെ ചെയ്തിട്ടില്ല. അച്ഛന് ദൈവം കൊടുത്ത കാഴ്ച അതുപോലെ ഉണ്ടായിരുന്നു. കണ്ണിന് കാഴ്ച ഉള്ളതുകൊണ്ട് മാത്രമല്ലേ അച്ഛൻ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോയതും നടന്ന് ഒറ്റയ്ക്ക് പോയിട്ടുള്ളതും. നാട്ടുകാർ പറയുന്ന അച്ഛന് പൂർണ്ണമായിട്ടും കാഴ്ച ശക്തി നഷ്ടപ്പെട്ടായിരുന്നു, അങ്ങനെയാണ് പറഞ്ഞത്, കിടപ്പിലായിരുന്നു എന്നൊക്കെയാണ് നമ്മളിവിടെ അന്വേഷിച്ചപ്പം ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. കിടപ്പിലായിട്ടുള്ള അച്ഛൻ എങ്ങനെയാണ് നടന്നു പോകുന്നത്? പലരും പല അഭിപ്രായം പറയും. പക്ഷേ അതല്ലല്ലോ എൻ്റെ അച്ഛൻ്റെ മകനെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നു, അച്ഛൻ കിടപ്പിൽ ആയിരുന്നിട്ടില്ല. ഈ ഒരു മരണവാർത്ത ആദ്യമേ എന്തായിരുന്നു നാട്ടുകാരെ അറിയിക്കാഞ്ഞത്? പൊതുവേ നമ്മുടെ സ്ഥലത്തൊരു മരണം നടക്കുമ്പോൾ ആദ്യമേ നമ്മൾ നാട്ടുകാരല്ലേ അറിയിക്കുന്നത്. അപ്പം ഈ ഒരു ഇതിലേക്ക് എത്താഞ്ഞത് എന്തായിരുന്നു? അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സമാധിയാകുന്ന സമയത്ത് ആരെയും അറിയിക്കേണ്ട, നിങ്ങൾ തന്നെയാണ്, മക്കളായ നിങ്ങൾ രണ്ടുപേരാണ് എൻ്റെ കർമ്മം ചെയ്യാനുള്ളത് എന്ന് പറയുന്നുണ്ട്. സമാധി കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ആരെ അറിയിക്കുകയോ എന്തോ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ സമാധി ഏത് ചേട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നോ അവിടെ കുണ്ടലിനൊക്കെ പ്രാണായാമം ചെയ്തതൊക്കെ? അനുജനും അമ്മയും എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കമ്പനിയിലായിരുന്നു ജോലി. ആ ഒരു സമയത്ത് അവരെന്തായിരുന്നു തടയാഞ്ഞത്? അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അച്ഛൻ സമാധിയെക്കുറിച്ച് അമ്മയ്ക്ക് ഏതാണ്ട് കാര്യങ്ങൾ അറിയാം, സമാധി എന്താണെന്നും അറിയാം. അമ്മ ഇപ്പോൾ അവിടെ ധ്യാനത്തിന് പോയിരുന്നിട്ടാണ് അവിടെ സമാധിയാവുന്നത്. ധ്യാനത്തിന് പോയിരുന്നിട്ടാണ് അവിടെ സമാധിയാവുന്നത്, അല്ലാതെ ചെന്ന് ഇരുന്ന ഉടനെ സമാധിയാകുന്നതല്ല. അത് ധ്യാനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് പറയാനറിയില്ല. എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇത് ധ്യാനത്തിന് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചമ്മടം കൂട്ടി ഇരുന്നിട്ട് കൈ ധ്യാനാവസ്ഥയിൽ വയ്ക്കും, എന്നിട്ട് കണ്ണടച്ച് ഇരുന്നിട്ടാണ് ധ്യാനിക്കുന്നത്. ചേട്ടൻ ഈ കാര്യങ്ങളിലൊന്നും ഓവറായിട്ട് ഇടപെടാത്ത ഒരാളായിരുന്നു. അച്ഛനെല്ലാം പഠിപ്പിച്ചു കൊടുത്തത് ഇളയ അനിയനെ മാത്രമായിരുന്നു. അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തത് അനുജന് മാത്രമാണ് അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. പിന്നെ അനുജൻ പൂജ പഠിച്ചത് നമ്മുടെ സൂര്യ ടി വിയിൽ ജ്യോത്സ്യം പറഞ്ഞ പുതുമന നമ്പൂതിരിയുടെ അടുത്തു നിന്നാണ് അനുജൻ ജ്യോത്സ്യം പഠിച്ചിട്ടുള്ളത്. അച്ഛന് പൂജാവിധി കർമ്മങ്ങൾ അച്ഛൻ പഠിച്ചത് ആശ്രമത്തിൽ നിന്നാണ് പഠിച്ചത്. നാറുപോലുള്ള ആശ്രമം, അത് കറക്റ്റായിട്ട് എനിക്കറിയില്ല, അച്ഛൻ കൊച്ചിലെ പോയി പഠിച്ചതാണ്. ഈ ഒരു സമാധി സമയം എപ്പോഴായിരുന്നു ചേട്ടനെ വിളിച്ച് അനിയൻ പറഞ്ഞത്? അച്ഛൻ പറഞ്ഞത് 11:15 ആ സമയത്താണ് എന്നെ വിളിച്ച് പറഞ്ഞത്. 11:15 ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് ടൈം ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം, മൊബൈൽ വിളിച്ച സമയം. അപ്പോൾ ആ സമയം ഞാൻ പറഞ്ഞുതരാം കറക്റ്റായിട്ട്. ഇത് തന്നെയാണ് ശരി. അപ്പോൾ അനുജൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ അത്യാവശ്യമായിട്ട് അച്ഛൻ അന്വേഷിക്കുന്നു, പെട്ടെന്ന് നിന്നെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കമ്പനിയിൽ ഞാൻ ലീവ് പറഞ്ഞിട്ട് ഞാൻ വന്നായിരുന്നു. വന്നപ്പോഴും അച്ഛൻ ഇവിടെ ഇരുന്ന് ധ്യാനത്തിൻ്റെ രീതിയിലാണ് ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചു, രാജസന എന്ത് പറ്റി അനിയാന്ന് ചോദിച്ചു. അപ്പോൾ അനുജൻ പറഞ്ഞു, അച്ഛൻ സമാധിയായി. ധ്യാനത്തിന് ഇരിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അച്ഛൻ സമാധിയായെന്ന് അനുജൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ പൂർണ്ണ രൂപത മനസ്സിലായി, ഭഗവാനിൽ പ്രാപിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ടും മക്കളെന്നുള്ള ഇതിൽ നമുക്കൊരു സ്നേഹമുണ്ടല്ലോ. അപ്പോൾ ഞാൻ അച്ഛന്ന് നെഞ്ചിൽ തട്ടി വിളിക്കുകയും ചെയ്ത്. അപ്പോൾ എന്നിട്ട് അച്ഛൻ ധ്യാനത്തിലാണ് ഇങ്ങനെയാണ് കൈ വെച്ചിരുന്നത്. ആ സമയത്ത് ഞാൻ അച്ഛൻ്റെ 2 കൈകളും ബലമായിട്ട് പിടിച്ച് കുലുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈയൊക്കെ കൈ ഹാർഡായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 5 മിനിറ്റോളം മൂക്കിൽ കൈ വെച്ചിട്ടുണ്ടായിരുന്നു. ശ്വാസം പോകുന്നുണ്ടോയെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, ശ്വാസമില്ല. വയർ അനക്കം ഉണ്ടാകുമെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, വയർ അനക്കവും ഇല്ല. പിന്നെ കാലിൽ ഇങ്ങനെ പിടിച്ച് നോക്കി വലിച്ചിട്ടുണ്ടായിരുന്നു. കൈ നല്ല ഹാർഡായി, അതായത് ഇരിക്കുമ്പോൾ ആ കയ്യിൽ പിടിച്ച് നമ്മുടെ കയ്യെ പിടിച്ചാണല്ലോ വലിച്ചിട്ടാണല്ലോ നമ്മളിങ്ങനെ നോക്കിയാൽ പിന്നെ നോക്കാമല്ലോ, അവിടെ ഒന്നും ഒരു അനക്കവും ഇല്ല. അപ്പോൾ ഞങ്ങളെന്നാലും നമ്മുടെ ഇപ്പോൾ സമാധി ആയ ഉടനെ നമ്മൾ ഇപ്പം മൂടുകയല്ല ചെയ്തത്. അപ്പോൾ സമാധി അവിടെ ഋഷിപീഠത്തിലിരുന്ന സമയത്ത് എന്തായാലും അതിന് സമാധിയിൽ സുഗന്ധദ്രവ്യങ്ങളും എല്ലാം ഇടുന്ന സമയത്ത് അത് നമ്മുടെ അച്ഛനോട് ചേർത്താണല്ലോ ഇടേണ്ടത്. അപ്പോൾ നമുക്കത് പുറത്ത് പോകാം, അതുകൊണ്ട് നമുക്ക് 2 സൈഡും കെട്ടിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ചുടുകല്ലിട്ട് കെട്ടി അതിനെ പൂർത്തിയാക്കി. അതിനെ പൂജാകാര്യങ്ങൾ അനുജൻ ചെയ്ത്
ഭസ്മം, കർപ്പൂരം, ചന്ദനം, അങ്ങനെ സുഗന്ധദ്രവ്യങ്ങൾ ഒരുപാടിട്ട് ആണ് അച്ഛനെ സമാധി ഇരുത്തിയത്. 3:30 മണിയോളം ആയി സമാധി കർമ്മങ്ങൾ പൂർത്തിയായത്. 3:30 മണിക്ക് ശേഷമാണ് ഞങ്ങൾ അച്ഛൻ സമാധിയായ നോട്ടീസ് ഞാനും അനുജനും കൊണ്ട് ചുമരിൽ ഒട്ടിക്കുന്നത് റോഡിൽ. അച്ഛന് അത് അങ്ങനെ ഞാനും ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പല പ്രാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മക്കൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം വന്നത് പൊളിച്ചു മാറ്റാനാണ് പലരും ആഗ്രഹിക്കുന്നത്. അത് ഒരിക്കലും നമ്മളത് നിന്നുകൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മളെ വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, എന്നെ ആരും കാണേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾ കർമ്മം ചെയ്തോ, അതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങളെൻ്റെ കർമ്മം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആരെ വേണോ കൊണ്ട് കാണിച്ചു കൊടുത്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അച്ഛൻ്റെ വാക്ക് ഞങ്ങൾ പാലിച്ചെന്നേ ഉള്ളൂ. അച്ഛൻ സമാധി ആകണ സമയത്ത് എൻ്റെ അനുജനെ വിളിച്ചുകൊണ്ട് പോയിരുന്നിട്ടാണ് ധ്യാനത്തിനിരുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സമാധി നീ തന്നെ കർമ്മങ്ങൾ നടത്തണം. ധ്യാനത്തിനിരിക്കുമ്പം തന്നെ ഇരുന്ന് സമാധി ആകുന്നതാണ് സമാധി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്നിടത്ത് തന്നെ സമാധി ഇരുത്തി കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ യോഗീശ്വരനാവും. ആ ക്ഷേത്രത്തിലുള്ള യോഗീശ്വരൻ എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അറിയാം, മന്ത്രമൂർത്തി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് യോഗീശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യോഗീശ്വരനായിരിക്കും ക്ഷേത്രത്തെ ബാക്കിയുള്ളത് ഉയർച്ചകളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ ക്ഷേത്രത്തിൻ്റെ തന്ത്രി എന്ത് പൂജ ചെയ്താലും യോഗീശ്വരന് പൂജ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. യോഗീശ്വരൻ അച്ഛനായിരുന്നു. ഇപ്പോൾ ക്ഷേത്രത്തെ കളങ്കപ്പെടുത്തുകയാണ് ചെയ്തത്. കാര്യം ഇപ്പോൾ ഒരു സമാധാനപരമായിട്ട് പോകുന്ന ശിവൻ്റെ അമ്പലത്തെ വ്രണപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. പവിത്രമായിരുന്ന സമാധിയെ ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത് മുസ്ലിങ്ങൾ. സത്യമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. മുസ്ലിങ്ങൾ തന്നെയാണ് ഇതിനെ കളങ്കപ്പെടുത്തിയിട്ടുള്ളത്. പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പേഴ്സണലായിട്ട് ചോദിക്കുകയല്ല, ഇവിടെ നാട്ടുകാർ ഒരുപാട് അഭിപ്രായങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ കേട്ടിരുന്നു. അപ്പോൾ അവിടുത്തെ നാട്ടുകാരിൽ 1-2 പേര് പറയുന്നുണ്ടായിരുന്നു, ഒരു കുറ്റകൃത്യത്തിന് വീട്ടുകാർ മൊത്തം കൂട്ടുനിന്നു എന്ന്. അതിനെക്കുറിച്ച് ചേട്ടന് എന്താണ് പറയാനുള്ളത്? ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞു, ഏകദേശം 4 വർഷത്തിന് മുന്നേ നാഗരുടെ ഈ പ്രതിഷ്ഠയോട് സംബന്ധിച്ച് മുസ്ലിങ്ങൾ ഈ ക്ഷേത്രത്തെ അതിക്രമിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. നാഗരുടെ പ്രതിഷ്ഠ പൊളിച്ചു മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ അതുകൊണ്ട് തീർച്ചയായിട്ടും പറഞ്ഞു, എൻ്റെ കർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾ 2 പേരും ചെയ്താൽ മതിയെന്ന് പറഞ്ഞത് കൊണ്ട് അച്ഛൻ്റെ വാക്ക് അച്ഛൻ്റെ മക്കൾ അനുസരിച്ചെന്നേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ കർമ്മം മക്കൾ ചെയ്യാതെ പിന്നെ വേറെ ആരാ ചെയ്യേണ്ടത്? ഇത് ഒരു പ്രശ്നവും വരത്തില്ലായിരുന്നു. കാര്യം എന്താണെന്ന് പറയുമ്പം മുസ്ലിങ്ങൾ തന്നെയാണ് ആവശ്യമില്ലാത്ത പ്രശ്നം. അതുപോലെ തന്നെ ഈ സമാധി പൊളിക്കുകയാണെങ്കിൽ നിങ്ങൾ കുടുംബം ഒട്ടാകെ ഒരു ആത്മഹത്യ ഭീഷണി മുഴക്കിയായിരുന്നു. അതെന്താണ് അങ്ങനെ? ഇപ്പം ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം പൊളിക്കുന്നെങ്കിൽ പൊളിച്ചോട്ടെ, സമാധി ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ സത്യം എന്തായാലും തെളിയുമല്ലോ. അച്ഛൻ്റെ സമാധി പീഠം പൊളിച്ചെടുക്കാൻ വരുമ്പോൾ അത് ആർക്കായാലും മക്കൾക്കാർക്കായാലും വിഷമവും ദേഷ്യവും. ഇപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. അറിയത്തില്ല. ഇതിപ്പോൾ ആശ്രമം ഉള്ളിടത്തും സമാധി ആയ സ്ഥലത്തും പോയി നിങ്ങൾ അന്വേഷിക്കണം. ഈ നമ്മുടെ മുകളിലുള്ള ഈ വിശ്വംഭരൻ എന്ന് പറയുന്ന ആൾ ഈ അവരുടെ വീട്ടിലേക്ക് പോകാനായിട്ട് വഴിയില്ല. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ വഴി ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഈ വഴി ചോദിച്ച് വന്ന സമയത്ത് നമുക്ക് അവിടെ വഴി കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത്, അവർ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ആലിൻ്റെ മൂട്ടിൽ കൂടെ, അതായത് ഋഷി പീഠത്തിൻ്റെ അടുത്തുകൂടെയാണ്. നമുക്കവിടെ കൂടെ ഒരിക്കലും വഴി കൊടുക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടെ വഴി തരാൻ പറ്റില്ല. ഞാനിവിടെ ധ്യാനത്തിനും എനിക്ക് വയസ്സാവുന്ന സമയത്തും എനിക്ക് സമാധിയിരിക്കാനുള്ള ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ കേട്ടില്ല. അപ്പോൾ മെമ്പറെ വിളിച്ചുകൊണ്ടൊന്ന് അച്ഛനുമായിട്ട് സംസാരിച്ചായിരുന്നു. മെമ്പർ ഇവിടെ വന്നായിരുന്നു, വാർഡ് മെമ്പർ അജിത എന്നാണ് പേര്. അപ്പോൾ അവരിവിടെ വന്നായിരുന്നു. അവർ വന്നിട്ട് അച്ഛനടുത്ത് സംസാരിച്ചപ്പോൾ അച്ഛൻ അജിത മേഡത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ധ്യാനത്തിന് വയസ്സാവുമ്പോൾ സമാധി ഇരിക്കാനുള്ള സ്ഥലമാണ്, അതുകൊണ്ട് ഇതിലെ വഴി തരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ. അതെ, ഇതിന് ശേഷം കോൺക്രീറ്റ് ഒക്കെ ചെയ്തത് ആരായിരുന്നു? ധ്യാനത്തിന് ഇരിക്കുന്നതാണ് ആ ഋഷി പീഠം, ആലിൻ്റെ ചുവട്ടിൽ. അതിൻ്റെ തൊട്ട് താഴെയാണ് അച്ഛൻ ഇരുന്ന് സമാധി ആയിട്ടുള്ളത്. അപ്പോൾ ഈ കെട്ടിയിട്ടുള്ള ചുടുകല്ലിൽ, കോൺക്രീറ്റ് അല്ല, ചുടുകല്ലിലാണ് ആ സൈഡ് കെട്ടിയെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇരിക്കുന്നിടത്ത് പത്മപീഠക്കല്ല്.
ഇതൊരു പകൽ നടന്ന സംഭവമാണ്. ഇതിന് ചുറ്റും ആൾക്കാരുണ്ട്. ഇവരാരും ഇങ്ങനെ ഒരു അച്ഛൻ സമാധിയായതോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ കർമ്മങ്ങൾ ചെയ്തതോ ആരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആൾക്കാർ കണ്ടിട്ടില്ല എന്ന് നമുക്ക് ഒരിക്കലും നടിക്കാൻ പറ്റില്ല. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ക്ഷേത്രത്തിന് മുന്നിലായിട്ട് പശു കൊണ്ട് കെട്ടും, പോത്തിനെ കൊണ്ട് കെട്ടും, ആടിനെ കൊണ്ട് കെട്ടും. ഒരുപാട് പേര് വന്നു പോകുന്ന സ്ഥലമല്ലേ, ഒരുപാട് വന്നു പോകുന്ന സ്ഥലങ്ങളല്ലേ, ആരെങ്കിലും അറിയാതിരിക്കുമോ? അച്ഛൻ്റെ സമാധിയുടെ കാര്യം സമാധി കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബന്ധുക്കളോട് പോലും പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സമാധി ചടങ്ങ് പൂർത്തിയായതിനു ശേഷം നോട്ടീസ് കൊണ്ടൊട്ടിച്ചല്ലോ. നോട്ടീസ് കൊണ്ടൊട്ടിച്ചിട്ട് രാവിലെ വിളിച്ച് പറയാമെന്നാണ് വിചാരിച്ചത്. അതെന്താ അങ്ങനെ? അന്ന് രാത്രി തന്നെ എന്തായാലും നിങ്ങൾ രാത്രി എന്നാലും പോസ്റ്റർ ഒട്ടിച്ചത്, അന്ന് രാത്രി തന്നെ എല്ലാവരെയും വിളിച്ചങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? അച്ഛനവിടെ ഇരുന്ന് സമാധി ആയല്ലോ. ഇതിൻ്റെ സൈഡൊക്കെ കെട്ടിയെടുക്കുന്ന സമയത്ത് അനിയൻ്റെ വൈഫിനെയും അമ്മയെയും അടുത്ത് നിർത്താൻ പറ്റൂല. സമാധി ആയെന്നും അമ്മയും അനിയൻ്റെ ഭാര്യ ഉറപ്പുവരുത്തിയല്ലോ. അവരൊക്കെ കണ്ടതാണല്ലോ. പിന്നെ അവിടെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കർമ്മങ്ങളോ, അച്ഛൻ സമാധി ആകുന്നത് വരെ അവർ രണ്ടുപേരും കണ്ടതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ അവർക്ക് എന്താ പറയുക, അവർ വിഷമങ്ങളും കാര്യങ്ങളും കൊണ്ട് കരഞ്ഞുകൊണ്ട് എന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റുമോ? അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം ഉയർന്നു വരുന്ന ഒരു കമൻ്റാണ്, അച്ഛൻ ഇങ്ങനെ സമാധി ആവുന്ന ഒരു കാര്യം വീഡിയോ എടുത്ത് വെച്ചുകൂടായിരുന്നു, അല്ലെങ്കിൽ മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കിപ്പം ഇങ്ങനെ ആൾക്കാരോട് കിടന്ന് വാദിക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങേണ്ട കാര്യമോ ഇല്ലായിരുന്നു എന്നൊക്കെ. എഴുതി വെച്ചിട്ടതായിട്ട് ഓർമ്മയില്ല. ആൾക്കാർക്ക്, ഇവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അച്ഛന് സമാധി ആകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വേറെ ഉയർന്നു വരുന്നൊരു സംസാരമുണ്ട്, അച്ഛൻ കിടപ്പിലായതുകൊണ്ട് നോക്കാൻ വയ്യാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ ഒരു സമാധിയുടെ പേരും പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നത്. അത് അസംഭവം, അത് ഒരിക്കലും അല്ല. അച്ഛൻ കടരോഗിയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ എങ്ങനെ ക്ഷേത്രത്തിലോട്ട് പൂജയ്ക്ക് പോവുക? എങ്ങനെയാണ് ക്ഷേത്രത്തിലിരുന്ന് ചമ്മണം കൂട്ടിയിരുന്ന് ധ്യാനിക്കുക? ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ റേഷൻ വാങ്ങിക്കണമെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? വേണം. അതിനിപ്പോൾ പുതിയ നിയമം ഉണ്ടല്ലോ, അതിപ്പോൾ എന്ത് ചെയ്യണം? വിരലുകൊണ്ട് എന്ത് ചെയ്യണം? ആണല്ലോ, അതുണ്ടായിരുന്നല്ലോ. അച്ഛൻ പോയിരുന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഡേറ്റും ഇവിടെ ഉണ്ട്. പെൻഷൻ വാങ്ങണമെങ്കിൽ എന്ത് വേണം? ആര് വേണം? അച്ഛൻ വേണം. അപ്പോൾ ഇതില്ലാത്ത കാര്യങ്ങളൊക്കെ അല്ലേ പറയുന്നുണ്ടാക്കുന്നത്. ഈ വിശ്വംഭരൻ തന്നെയാണ് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം, ഇല്ലാത്ത കഥകൾ ചമച്ച്, ഇല്ലാത്ത കഥകളെല്ലാം കെട്ടിച്ചമച്ചത്. അവരുടെ പേരിന് നമ്മൾ നിയമ നടപടി എടുക്കും. ഒരു കുടുംബത്തെ ഇല്ലാതാക്കുക, ഒരു ഹിന്ദുവിൻ്റെ അമ്പലത്തെ വ്രണപ്പെടുത്തുക എന്നുള്ള ഒരു കുറ്റകൃത്യം തന്നെയാണ് വിശ്വംഭരൻ ചെയ്തിട്ടുള്ളത്. അതൊരു നിസ്സാര കാര്യമാണ്. ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ വഴി, ഈ സൈഡിൽ കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞു. അതവർക്ക് സാധ്യമല്ല. അതിലേ കൂടെ വഴി വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഒരു അച്ഛൻ ധ്യാനിക്കാനുള്ള സ്ഥലവും അച്ഛൻ കണ്ടെത്തി വെച്ച ആലിൻ്റെ മൂട്ടിലുള്ള ആ ഋഷിപീഠവും അത് പൊളിച്ചിട്ട് അതിൽ കൂടെ ഒരിക്കലും വഴി കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ വൈരാഗ്യമാണ് ഇപ്പോൾ അച്ഛൻ സമാധിയായ സമയത്ത്